So welcome back. ഇത് നമ്മുടെ മറ്റൊരു സെഷനാണ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇൻ നഴ്സിംഗ്. ഇതിനകത്ത് നമ്മളിപ്പം പഠിക്കാനായിട്ട് പോകുന്ന എത്തിക്സ് ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ എത്തിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജസ്റ്റിസ്, വെറാസിറ്റി, ഫിഡിലിറ്റി, അങ്ങനെ കുറേ ടേംസ് അതൊക്കെ നിങ്ങൾക്ക് പ്രൊഫഷണാലിസത്തിനകത്ത് വളരെ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഞാൻ എത്തിക്സിനകത്ത് വരുന്ന എല്ലാ ടേംസും ഇവിടെ എൻലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് എന്താണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ കൺസെൻറ്റ് മേടിക്കാനാണ്, ടേക്ക് ഇൻഫോംഡ് കൺസെൻറ്റ്. സോ ഇതിനു വേണ്ടി നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കാം. മീൻസ് ഇപ്പോൾ സൈക്യാട്രിക് പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദിച്ചാലും അവർ അസുഖം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ റെയറാണ്. സോ മീൻസ് അവരുടെ ലെവൽ ഓഫ് ഡിസീസ് അനുസരിച്ച് വേണം നമ്മൾ കൺസെൻറ്റ് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഉള്ള ഒരാളിൽ നിന്ന്. അതിലുപരി ഹി ഓർ ഷീ ഷുഡ് ബി എ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ചിലപ്പം പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ള ആൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത റിലേറ്റീവ് ഒന്നും ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലീഗൽ ഗാർഡിയൻ്റെ അടുത്ത് വേണം കാര്യങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ പെർമിഷൻ എടുക്കുവാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ കമ്പൽസറി ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കൊടുക്കണം. വളരെ വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ സൂയിസൈഡൽ, ഹോമിസൈഡൽ ടെൻഡൻസി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ കമ്പൽസറി ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കൊടുക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് കഴിവതും സെക്ലൂഷൻസും റീസ്ട്രെയിൻസും അവോയ്ഡ് ചെയ്യണമെന്നാണ്. ആൻഡ് മിക്ക ഹോസ്പിറ്റലും ഇപ്പം നൗ എ ഡേയ്സ്, പണ്ട് ഒരു ഏർലി സിവിലൈസേഷനും മിഡ് സിവിലൈസേഷൻ്റെ പീരീഡല്ല, ഏർലി സിവിലൈസേഷനിൽ ഈ പേഷ്യൻസിന് ഇങ്ങനെ വരുന്നത് ഡെമൻസ് അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ശക്തി ഉണ്ടെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നെ ഒരു മിഡ് പീരീഡൊക്കെ ആയപ്പോഴത്തേക്കും അവർ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ കീഴിൽ മീൻസ് അവരെ ജയിലിൽ അടയ്ക്കുമായിരുന്നു ചെയ്തത്. പിന്നെ ആയപ്പോഴത്തേക്കും ആൻഡ് നൗ ഇപ്പോഴത്തെ ഒരു സമയങ്ങളിൽ നമ്മൾ പേഷ്യൻസിന് കഴിവതും റീസ്ട്രെയിൻസ് കൊടുക്കാറില്ല, അവോയ്ഡ് ചെയ്യാറുണ്ട്. നാലാമത്തെ കാര്യം, റെസ്പെക്റ്റിംഗ് ഫോർ പേഷ്യൻസ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. പ്രത്യേകിച്ച് സൈക്യാട്രിക് പേഷ്യൻസിൻ്റെ ഒരു വിവരങ്ങളും നമ്മൾ പേഷ്യൻ്റെ പേരാണെങ്കിലും വയസ്സാണ് അവർക്ക് ഇന്ന അസുഖം ഉണ്ട് എന്ന് പറയാനായിട്ട് പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ആ പേഷ്യൻറ്റിന് ഡിപ്രഷനുള്ള പേഷ്യൻ്റാണ്, ആ പേഷ്യൻറ്റിന് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയും, അതുപോലും നമ്മൾ പറയാറില്ല. ഇൻസ്റ്റെഡ് നമ്മൾ പറയാറുണ്ട് ഡിപ്രഷനുള്ള പേഷ്യൻ്റിനോടും ആ ഒരു വ്യക്തി വിത്ത് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാറ്. അന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ, സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴും പേഷ്യൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഇനി അടുത്തയാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കുള്ള സ്റ്റാൻഡേർഡ്സ്. 2 സ്റ്റാൻഡേർഡ്സാണുള്ളത്. ഒന്ന് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സും രണ്ടാമത്തത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സിനകത്ത് വരുന്നത് ഇപ്പം തന്നെ നമ്മളൊരു കെയർ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന ഏതാണ്? അസസ്മെൻറ്റ്. അതുപോലെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ് 1 ഇസ് അസസ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് 2 ഇസ് രണ്ടാമതായിട്ട് പറയുന്ന ഡയഗ്നോസിസ് അല്ല, ഇവിടെ അതേപോലെ ഡയഗ്നോസിസ്. മൂന്നാമത്തത് നമ്മളവിടെ ഗോളാണ്, ദാറ്റ് ഈസ് ഔട്ട്കം ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് എന്താണോ വേണ്ടുന്ന ഔട്ട്കമാണ് മൂന്നാമത്തത്. ആൻഡ് നാലാമത്തത് നമ്മൾ പ്ലാൻ ചെയ്ത്, ഇത് ആദ്യത്തെ കോളം എന്താണ്? അസസ്മെൻറ്റ്, രണ്ടാമത്തെ നഴ്സിംഗ് ഡയഗ്നോസിസ്, മൂന്നാമത്തെ ഗോള്. ഇവിടെ അതിന് പകരം ഔട്ട്കം ഐഡൻറ്റിഫിക്കേഷനാണ് വരുന്നത്. ആൻഡ് ഔട്ട്കം ഐഡൻറ്റിഫിക്കേഷന് ശേഷം നാലാമത്തത് പ്ലാനിങ്, അഞ്ചാമത്തത് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി 5A വരുന്നതാണ് ഒന്നാമത്തെ മിലിയു തിയറി. 5A ആണ് കേട്ടോ. A വരുമ്പോഴത്തേക്ക് കൗൺസിലിംഗ് ആണ് വരുന്നത്. കൗൺസിലിംഗ്, മിലിയു തിയറി, പിന്നെ നമ്മുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രൊമോഷൻ ഓഫ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ്. ഈ മിലിയു തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് മോഡിഫൈഡ് ഒരു തെറാപ്യൂട്ടിക് എൻവയൺമെൻറ്റ് കൊടുത്ത് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് പഠിക്കാം. എന്തൊക്കെയാണ്? പ്രൊമോഷൻ ഓഫ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, പിന്നെ പറയുന്നത് സൈക്കോ ബയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് കൊടുക്കണം. E ഫോർ ABCDEI, E ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ദെൻ Fനകത്ത് നമ്മുടെ കെയർ മാനേജ്മെൻറ്റിനെ കുറിച്ച്, കേസ് മാനേജ്മെൻറ്റ്. G വരുമ്പം ഹെൽത്ത് മെയിൻ്റനൻസ് ആണ്. H എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ കോംപ്ലിമെൻ്റൽ ഇൻ്റർവെൻഷൻസ്. J എന്ന് പറയുന്നത് കൺസൾട്ടേഷനാണ്, വീണ്ടും ഫോളോ അപ്പ് എടുക്കുന്നതാണ്. സോ
അസസ്മെൻറ്റ്, ഡയഗ്നോസിസ്, ഔട്ട്കം ഐഡൻറ്റിഫിക്കേഷൻ, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ. അതിനകത്ത് വരുന്നതാണ് കൗൺസിലിംഗ്, മിലിയോ തെറാപ്പി, ദെൻ നമ്മൾ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, സൈക്കോ ബയോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ദെൻ കെയർ മാനേജ്മെൻറ്റ്, കേസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് നടത്തുന്നത്, ദെൻ ഫാർമക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, ആൻഡ് അവസാനം വരുന്നതാണ് കൺസൾട്ടേഷൻ. അപ്പോൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയ എന്താണ് സ്റ്റാൻഡേർഡ് 5 ABCD പറഞ്ഞത്. സ്റ്റാൻഡേർഡ് 6 പറയുന്നതാണ് നമ്മുടെ കെയർ പ്ലാനിൽ ഏറ്റവും അവസാനത്തെ ഏതാണ്? ഇവാലുവേഷൻ. ഇനി അടുത്തയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ആദ്യത്തെ സ്റ്റാൻഡേർഡ്സ് കഴിഞ്ഞു. രണ്ടാമത് പറയുന്നതാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ഇതിനകത്ത് നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒന്നാമത് സ്റ്റാൻഡേർഡ് 7 ദാറ്റ് ഈസ് ക്വാളിറ്റി ഓഫ് പ്രാക്ടീസ്. 8 എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. 9 പ്രൊഫഷണൽ പ്രാക്ടീസ്. ദെൻ 10 കൊളീഗ്യാലിറ്റി, അതായത് ബാക്കിയുള്ള കൊളീഗ്സുമായിട്ട് ടീം മെമ്പേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. 11 കൊളാബറേഷൻ, എല്ലാ ഹെൽത്ത് കെയർ മെമ്പേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത്. 12 നമ്മുടെ എത്തിക്സ്. 13 റിസർച്ച് ആക്ടിവിറ്റി. 14 റിസോഴ്സസ് എന്താണോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതിനെല്ലാത്തിനും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. 15 ലീഡർഷിപ്പ്. ഇത്രയും കാര്യങ്ങളുണ്ട്. 15 പോയിൻ്റാണ് ഇതിനകത്ത് വരാനുള്ളത്. അതിൽ 5-മത്തെയാണ് നമ്മൾ ABCD EFGHI ഒക്കെ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. സോ ഇതാണ് സ്റ്റാൻഡേർഡ്സ്. 2 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തു. ഒന്ന് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സും പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സും. ഓക്കെ, ഈ പറയുന്ന പെർഫോമൻസിനകത്ത് കൂടുതലും വരുന്നത് കൊളീഗ്യാലിറ്റി, കൊളാബറേഷൻ, എത്തിക്സ്, റിസർച്ച്, ക്വാളിറ്റി ഓഫ് കെയർ, പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മെൻ്റൽ ഇൽനെസ് വരാനുള്ള കാരണങ്ങൾ നോക്കാം. 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ്, പെർപിച്വേറ്റിംഗ് ഫാക്ടേഴ്സ് ആൻഡ് പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ആദ്യം നമുക്ക് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് നോക്കാം, അതായത് റിസ്ക് ഫാക്ടേഴ്സ്. എന്തുകൊണ്ടായിരിക്കും മെൻ്റൽ ഇൽനെസ് ഉണ്ടാവുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ, മേ ബി ചിലപ്പം നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോടൊരു നെഗറ്റീവായിട്ടുള്ള എല്ലാവരും കൂടി നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യം നമ്മളിലോട്ട് ആരോപിച്ചു, നമ്മൾ പക്ഷെ അത് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ നമുക്കൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നോ, ന്യൂറോൺസിന് എന്തെങ്കിലും ഡാമേജ് വന്നോ, ഇതൊരു കാരണമാണ്. പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ ഹെറിഡിറ്റി ഒരു ഫാക്ടേഴ്സാണ്. ദെൻ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാട്. ഇപ്പം തന്നെ ICUയിൽ കിടക്കുന്ന ഒരാൾ, അയാളുടെ കുറേ നാളിങ്ങനെ ICU കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്ത് എൻവയൺമെൻറ്റുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല, അപ്പോഴത്തേക്ക് അവർക്ക് മെൻ്റലി ഇല്ലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തയാണ് പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് മെൻ്റൽ ഇൽനെസ്. ഇപ്പം തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും അഡിക്റ്റീവായിട്ടുള്ള ബിഹേവിയർ, ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സ്, ദെൻ ഫിസിക്കൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് പറയും. ഈ പ്രീഡിസ്പോസിങ് ആണെങ്കിലും പെർപിച്വേറ്റിംഗ് ആണെങ്കിലും ദെൻ പെർസിപ്പിറ്റേറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിനകത്ത് നമുക്ക് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് പറയാം. പെർപിച്വേറ്റിംഗ് ഫാക്ടേഴ്സിനകത്തും സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ദീസ് ആർ അഗ്രിഗേറ്റിംഗ് സിംറ്റംസിനെ അഗ്രിഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ 3 പുറമെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ, അവിടുത്തെ ന്യൂറോൺസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ ഒക്കെ കുഴപ്പം ഉണ്ട്. പിന്നെ ജനറ്റിക് മേക്കപ്പ്, ഹെറിഡിറ്റി, പിന്നെ നമ്മുടെ കുറേ കോൺസിക്വൻസ് ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഡോപ്പമിൻ, സെറോട്ടോണിൻ, അസറ്റൈൽ കോളിൻ, അങ്ങനെയല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് പ്രശ്നം വന്നെങ്കിൽ ഇപ്പോൾ സെറോട്ടോണിൻ ഭയങ്കര കുറവാണ്, ഡിപ്രഷനിലോട്ട് പോവാം. ഓക്കെ, പിന്നെ ഹെറിഡിറ്റി, പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ മെൻ്റലി അസസ്മെൻ്റ് എടുക്കാൻ നേരത്ത് അവരോട് ചോദിക്കും, കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇതുപോലെ പ്രശ്നം ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദിക്കരുത്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് മയത്തിൽ ചോദിക്കാവുള്ളൂ. ഓക്കെ, ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ വീട്ടിലാർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എടുത്ത് ചോദിക്കണം, അച്ഛൻ്റെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ, അമ്മയുടെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ. അപ്പോൾ അവർ ചിന്തിക്കും, ശരിയാണ് അച്ഛൻ്റെ വീട്ടിൽ, അപ്പോൾ അവർ ചിന്തിക്കും. പെട്ടെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്നത് അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ, ആ ഒരു 3 ജനറേഷനൊക്കെ ചിന്തിക്കുകയുള്ളായിരിക്കും. സോ നമ്മൾ എടുത്ത് ചോദിക്കണം, കാരണം അങ്ങനെ വരാം ഹെറിഡിറ്റി വൈസ്.
ഇനി സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്യൂബർട്ടി, ലാക്ടേഷൻ, ഓൾഡ് ഏജ്, ഈ പീരീഡിലെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞായിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഒരു ലെവൽ അപ്പ് ആകുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു സൈക്കോളജിക്കലി സ്ട്രെസ്സ് വരും. ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മുടെ സൊസൈറ്റി പറയും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഒരു സ്ത്രീ വെൻ ഷീ ബിക്കം എ മദർ, പെട്ടെന്ന് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിലോട്ട് അവൾക്ക് ചിലപ്പോൾ പ്രശ്നം തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നത്. അടുത്തയാണ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ചിലവർക്ക് മീൻസ് ഇൻഫെക്ഷനോ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ മേ ബി എഫക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് മാൽന്യൂട്രീഷൻ ആണെങ്കിലൊക്കെ നമ്മൾ കുറേ നാൾ ഫുഡ് കഴിക്കാതിരുന്ന അമ്മയുടെ ദേഷ്യവും അങ്ങനെ മൊത്തം പ്രശ്നം. ആൻഡ് എക്സ്പോഷർ ടു ഹെവി മെറ്റൽസ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ പെരിനേറ്റൽ പീരീഡ് മീൻസ് ബർത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടോ, കുഞ്ഞിനെ എടുത്തത് എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയാണോ, ഇൻസ്ട്രുമെൻ്റൽ ലേബർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ലേബറൊക്കെ ആവുന്ന സമയത്ത് ചില സിറ്റുവേഷനിൽ കുഞ്ഞിനെ ഡെവലപ്മെൻറ്റൽ ഡിലേ കാണിക്കാറുണ്ട്. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എങ്ങനെയാണോ, അൺസോഷ്യൽ അല്ലെങ്കിൽ റിസർവ്ഡ് പേഴ്സണാലിറ്റി ആണോ എന്നൊക്കെ നോക്കും. ഓക്കെ, ഷീസോയിഡ് പേഴ്സൺസ് ലേറ്റർ ഷീസോഫ്രീനിയ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അവിടെ. പിന്നെ സ്ട്രെയിൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഹോം, വർക്ക് പ്ലേസ്, സ്കൂള്, ലോസ് ഓഫ് പ്രസ്റ്റീജ്, അങ്ങനെ ജോബ് നഷ്ടമാവുന്നതൊക്കെ വരുന്നുണ്ട്. ദെൻ ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റീസ്, പാരൻ്റൽ സെപ്പറേഷൻസ്. ഇപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻ്റെയോ അവളുടെയോ അച്ഛനോ അമ്മയോ സെപ്പറേറ്റഡ് ആവുന്നത് മേ ബി അത് സഹിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും അടിയാവുന്നുണ്ട്, അവർ തമ്മിലുള്ള ഡിസ്ട്രിബ്യൂട്ട്. അല്ലെങ്കിൽ പാരൻസ് ഭയങ്കരമായിട്ട് കുഞ്ഞിൻ്റെ ചെറിയ പ്രായത്തിലെ ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് നെഗ്ലക്റ്റ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ കുഞ്ഞിനെ അത് ബാധിക്കാം. ദെൻ സോഷ്യൽ ആൻഡ് റിക്രിയേഷണൽ ഡിപ്രിവേഷനകത്ത് മാരേജ് പ്രോബ്ലം, ലാക്ക് ഓഫ് ചിൽഡ്രൻസ്, കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നം, പിന്നെ ഫെർട്ടിലിറ്റി ഒരു പ്രശ്നമാണ്, ഫാമിലി ഇഷ്യൂസ്, ഓക്കെ, സ്ട്രെസ്സ്, ഫ്രസ്ട്രേഷൻസ് ഒക്കെ വരാം. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, ദാരിദ്ര്യം, ജോലി ഇല്ലാത്തതൊരു ഫ്രസ്ട്രേഷനാണ്. കാരണം ജോലി ഇല്ലാതെ വരുമ്പോൾ തന്നെ പിന്നെ നാട്ടുകാർക്കായിരിക്കും കൂടുതൽ സങ്കടം. പിന്നെ അവർ ഓരോന്നും പറയും, പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം വരും, അങ്ങനെയൊക്കെ വരാം. പിന്നെ മൈഗ്രേഷൻസ് ഒരു കാരണമാണ്, അർബനൈസേഷൻ ഒരു ഫാക്ടറാണ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഗാംഗ്ലിങ്, ആൽക്കഹോളിസം, പിന്നെ ബ്രോക്കൺ ഹോംസ്, പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം പറയുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞത് എറ്റിയോളജി ഓഫ് മെൻ്റൽ ഇൽനെസ്സിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എഴുതണം, പ്രീഡിസ്പോസിങ്, പെർപ്പിച്വേറ്റിങ്, പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. മൂന്നിനകത്ത് എഴുതാൻ പറ്റിയതാണ് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. ഇതിന് പുറമേ നമ്മൾ പഠിച്ചതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, പെരിനേറ്റൽ പീരീഡിലുള്ള കാര്യങ്ങൾ, പിന്നെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സോഷ്യൽ. അതായത് ഇതിനകത്ത് ABCDE വരെ പറയണം. ഒന്ന് ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, ഒന്ന് ഫിസിയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, പിന്നെ സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ്, എൻവയൺമെൻറ്റ്. നമ്മൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറയൂലേ, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞ്, സോഷ്യൽ, സ്പിരിച്വൽ എന്നൊക്കെ. ഹെൽത്ത് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് മെൻ്റലി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ബേസിക്കലി ഒന്ന് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാം, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, എൻവയൺമെൻറ്റൽ കാര്യങ്ങൾ, സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ്, പിന്നെ സ്ട്രെയിൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, പിന്നെ പെരിനേറ്റൽ പീരീഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യങ്ങൾ എത്തിക്സ് ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന ടോപ്പിക്കാണ്. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ്സ് ആണ്. ഒന്ന് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം ഈ 2 ടോപ്പിക്കും കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യമാണ് എറ്റിയോളജി. ഓക്കെ, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്തു, ആൻഡ് മൂന്നാമത്തത് എറ്റിയോളജി. ഓക്കെ, ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. നിങ്ങൾക്ക് ട്രിവിയൽ ടൈം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.
നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചതിൽ എറ്റിയോളജിയിൽ നിന്ന് ഒരു 3 പോയിൻ്റ് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഡു കമൻറ്റ് ദാറ്റ്. ഓക്കെ.